ഏറ്റവും ആദരണീയായ സഹപ്രവർത്തകരെ, ഈ നൂറ്റാണ്ടിന്റെ ഒന്നാം പാദത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ 2025 ഏറ്റവും സന്തോഷകരമായ ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെയും ഏറ്റവും ആദരവോടെയും ഞാൻ നേരുകയാണ്. ഈ 2025 ആരംഭത്തിൽ ഞാൻ കണ്ട ഒരു റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത് പാഷൻ അഥവാ ഇച്ഛാശക്തിയാണ്. എന്നെക്കൊണ്ട് ഇത് സാധിക്കും എന്ന തോന്നലാണ് എപ്പോഴും നല്ലൊരു ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നത്. അതിന് ഈ ഇച്ഛാശക്തിക്ക് 10 തലങ്ങളാണ് എൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ എനിക്കിഷ്ടമുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വിളിക്കുന്നത് ഒരു അദമ്യമായ ആഗ്രഹം ഉണ്ടാവണം. നല്ല ആഗ്രഹം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ഇച്ഛാശക്തിയോട് മുന്നോട്ട് പോകാൻ സാധ്യമാകുന്നത്. ആലിബാബ എന്ന് വിളിക്കുന്ന കമ്പനിയുടെ ഉടമയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും. ജാക്ക് മാ എന്ന് വിളിക്കുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്. ഏഷ്യയിലെ ഒരു കാലത്ത് ഏറ്റവും റിച്ചസ്റ്റ് മാനായിട്ട് ഉയർന്നത് ഈ ആലിബാബയാണ്. 30 സ്ഥലങ്ങളിൽ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു. 30 സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് ജോലി കിട്ടിയില്ല. ഹാർവാർഡിൽ അദ്ദേഹം 10 പ്രാവശ്യം അപേക്ഷ കൊടുത്തു. 10 പ്രാവശ്യവും പഠനത്തിനുള്ളത് റിജക്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ 90കളില് ഇന്റർനെറ്റിന്റെ അനന്ത സാധ്യതകൾ മുൻകൂട്ടി മനസ്സിലാക്കി ജീവിതത്തിൽ വിജയിക്കണം എന്ന ആഗ്രഹത്തിൽ അദ്ദേഹം മുന്നേറി. ഫലമോ അദ്ദേഹം ആരും കാണാത്ത വഴിയിലൂടെ നടന്നു കയറിയിട്ട് നല്ല ആഗ്രഹത്തിൽ ഉറച്ചു മുന്നേറിയപ്പോൾ അദ്ദേഹത്തിന് വിജയം കൈവരിക്കാൻ സാധ്യമായി. താൽക്കാലികമായ പരാജയങ്ങളോ ഒന്നും ഇതിന് കാര്യമല്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്ന് വിളിക്കുന്നത് ഒരു ഡിസിപ്ലിനും ഒരു എക്സ്പെർട്ടൈസും വേണം. എല്ലാം നന്നായിട്ട് വിജയിക്കണം എന്നുണ്ടെങ്കിൽ, എല്ലാം നല്ല ഇച്ഛാശക്തി ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിസിപ്ലിൻ ഉള്ളവർക്ക് മാത്രമാണ് സാധിക്കുകയുള്ളൂ. ഡിസിപ്ലിൻ ഇല്ലാത്തവർക്ക് ഒരിക്കലും നല്ല വിജയങ്ങളിലേക്ക് എത്താൻ യാതൊരു സാധ്യതയുമില്ല. മൂന്നാമത്തെ കാര്യം എന്ന് വിളിക്കുന്നത് നമ്മള് ഈ സ്വർണം ഖനനം ചെയ്യുന്ന ആളുകളെ പോലെയാണ്. അതുകൊണ്ട് വിമർശനം എപ്പോഴും സ്വാഭാവികം. സ്വർണം ഖനനം ചെയ്യുന്ന ആളുകൾക്കറിയാം, ഭയങ്കരമായ മൂല്യമുള്ള ഒരു വസ്തുവിന്റെ അന്വേഷണത്തിന് കഠിന ശ്രമം നമുക്ക് ആവശ്യമുണ്ട്. അതേസമയം കൈ ചെളിയൊക്കെ പുരളും, നമ്മൾ വിമർശനമൊക്കെ കേൾക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ്. അവയെല്ലാം അപ്പൊ തന്നെ ഉപേക്ഷിച്ച് പോകാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധ്യമാകില്ല. അപ്പൊ ദീർഘമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി വിമർശനത്തിനെ ഒക്കെ നമ്മൾ സ്വാഭാവികമായും ക്ഷണിച്ചു വരുത്തി ഒരു ശ്രമം നടത്തുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ നമുക്ക് നല്ല നേട്ടങ്ങൾ കൈവരിച്ച് മുന്നേറാൻ സാധ്യമാവുന്നത്. നാലാമത്തെ കാര്യം എന്ന് വിളിക്കുന്നത് നല്ല ഗുരുക്കന്മാരുമായിട്ടുള്ള ഇടപെടല്, നല്ല കൂട്ടുകാരുമായിട്ടുള്ള ഇടപെടല് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പാഷൻ ഇന്റലിജൻസിന്. അതിലില്ലാത്ത വിജ്ഞാന ദാഹവുമായി ലണ്ടനിലെ കാവൻഡിഷ് ലാബിലെത്തിയ ഏണസ്റ്റ് റദർഫോർഡിനെ നമ്മൾ ഓർക്കുന്നുണ്ടാവും. കൈമുതൽ എന്ന് വിളിക്കുന്നത് ഉയരങ്ങളിൽ എത്തണമെന്ന അഭിനിവേശം മാത്രം. 12 മക്കളുള്ള വീട്, പഠിക്കാൻ മിടുക്കൻ. ഇവിടെ എത്തി. ഇത് മാത്രമേ കൈമുതലുള്ളൂ. പഠിക്കാൻ നല്ല മിടുക്കുണ്ട്, ഉയരങ്ങളിൽ എത്തണമെന്ന അദമ്യമായ ആഗ്രഹമുണ്ട്. അവിടെ എത്തി. ജെ തോംസൺ നമുക്കറിയാം, ഭയങ്കര സയന്റിസ്റ്റ് ആയിരുന്നു. ജെ തോംസന്റെ എന്ന് വിളിക്കുന്ന പ്രതിഭയുടെ കീഴില് ശിഷ്യനായി തീർന്നു. പിന്നീട് നമുക്കെല്ലാം ലോക ചരിത്രത്തെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവായി തീർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അഞ്ചാമത്തെ കാര്യം എന്ന് വിളിക്കുന്നത് സ്ഥിരോത്സാഹവും ഇന്നവേഷനും വേണം. അതിന് നല്ല പുസ്തകവായന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പിടിച്ചു നിൽക്കാൻ സാധ്യമുള്ളൂ. സ്ഥിരമായി ഒരു ഉത്സാഹത്തോടൊപ്പം തന്നെ പുതുമ അവതരിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് എപ്പോഴും വായനകളിൽ നിന്നാണ്. നമുക്കറിയാം, മൈക്കിൾ ഫാരഡയെ പറ്റി സയൻസുകാർക്ക് എല്ലാവർക്കും അറിയാം. പട്ടിണി കാരണം പഠനം ഉപേക്ഷിച്ചു. കാന്തിക മണ്ഡലത്തില് കമ്പച്ചുഴൽ കറക്കിയാൽ എന്ത് കിട്ടും എന്ന് ആ കാലത്തെ പ്രധാനമന്ത്രി മൈക്കിൾ ഫാരഡെ കളിയാക്കിയ കഥ നമുക്കറിയാൻ സാധ്യമാകും. ഒരു ഇരുമ്പ് പണിക്കാരന്റെ മകൻ 13-ാം വയസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. പുസ്തകക്കടയിലെ ജോലി, പുസ്തകത്തിന്റെ ഉൾ പേജുകളിലേക്കുള്ള പ്രയാണം ആണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി മാറ്റിയത്. പുസ്തകക്കടയിലെ ജോലി കൊണ്ട് നിന്നായിരുന്നെങ്കിൽ
അവസാനം വരെ പുസ്തകക്കടലിലെ ജോലി കൊണ്ട് അവസാനിക്കേണ്ടി വന്നതിനും അസം പുസ്തകങ്ങളിലെ ഉള്ളറകളിലേക്ക് കടക്കാൻ അദ്ദേഹം തീരുമാനിച്ചത് കൊണ്ട് രാത്രി കാലങ്ങളെ മുഴുവൻ പകലുകളാക്കിയും പകൽ മുഴുവൻ അധ്വാനത്തിന്റെ സാക്ഷ്യമാക്കി മാറ്റി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിജയം അദ്ദേഹത്തിന് വഴിക്ക് വന്നു എന്നാണ്. ലാബിൽ കുപ്പി കഴിവെക്കുന്ന പണിയെ പിന്നീട് അദ്ദേഹത്തിന് കിട്ടിയത്. ഈ ലാബിൽ കുപ്പി കഴിവെക്കുന്ന പണിയിൽ നിന്നും ആ ലാബിലെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ മനസ്സിലാക്കി പിന്നെ വൈദ്യുതി മോട്ടോർ കണ്ടുപിടിച്ച വലിയ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുടെ ഉടമയാണ് മൈക്കിൾ ഫാരഡേ. അടുത്ത ആറാമത്തെ കാര്യം ഈ ന്യൂ ഇയർ റെസൊല്യൂഷന്റെ ഭാഗമായി നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് രോഗത്തിന് പോലും തോൽപ്പിക്കാനാവാത്ത ഇച്ഛാശക്തി. പരീക്ഷണങ്ങൾ വേണം, പരീക്ഷണങ്ങൾ എപ്പോഴും നമുക്ക് ഇല്ലാതെ ഒരിക്കലും വിജയത്തിൽ എത്തിച്ചാൽ നമുക്ക് സാധ്യമാവുന്നില്ല. ഇവിടെ എക്സ്ക്യൂസുകളില്ല. ലോക ചരിത്രത്തെ പോലും മാറ്റിമറിച്ച ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, കുതിരയെ മാറ്റി കുതിര ശക്തി ലോകത്തിന് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ജെയിംസ് വാട്ട്. വെറും ഒരു മരപ്പണിക്കാരന്റെ മകൻ, ദാരിദ്ര്യത്തോടും രോഗത്തോടും പടവെട്ടിയ ബാല്യം, നിത്യരോഗി, ചെറുപ്പത്തിലെ ജോലിക്ക് പോയി പരാജയപ്പെട്ടു, ഉപകരണ നിർമ്മാണ കമ്പനി തുടങ്ങി, അട്ടർ ഫെയിലിയർ, പൂർണ്ണമായും പരാജയപ്പെട്ടു. അവിടുന്ന് ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിൽ ശാസ്ത്ര ഉപകരണങ്ങളിലെ അറ്റകുറ്റപ്പണി ലഭിച്ചു. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ആവി യന്ത്രങ്ങളിലെ കണ്ടുപിടുത്തത്തിലേക്ക് മാറിയത്. അപ്പോ കുതിരയെ മാറ്റി കുതിരശക്തിയും വാട്ടും ഒക്കെ ലോകത്തിന് പ്രദാനം ചെയ്ത ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു വ്യക്തിത്വമാണ് നമുക്കറിയാം ജെയിംസ് വാട്ട്. ഏഴാമത്തെ കാര്യം എന്ന് വിളിക്കുന്നത് നിശ്ചയദാർഢ്യം കൂടിയേ തീരുള്ളൂ. പാഷൻ, ഇന്റലിജൻസ് ആവശ്യമുണ്ടെങ്കിൽ, മുന്നേറണം എന്നുണ്ടെങ്കിൽ നിശ്ചയദാർഢ്യം ഉണ്ടാവണം. സർ ബെഞ്ചമിൻ ഫ്രാങ്കലിനെ നമുക്ക് ഓർക്കുന്നുണ്ടാവുമല്ലോ. 17 മക്കളുള്ള ഒരപ്പന്റെ 15ാമത്തെ മകൻ. 17 മക്കളാന്ന് ഓർക്കണം, 15 മകൻ. സോപ്പും എഴുതിയും ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു അപ്പന്. വീട്ടിൽ പട്ടിണി കാരണം 10ാം വയസ്സിൽ പഠനം ഉപേക്ഷിച്ച് പ്രിന്റിംഗ് പ്രസ് ജോലിക്ക് പോയി. ഈ പ്രിന്റിംഗ് പ്രസ് ജോലിക്ക് പോയപ്പോഴും പ്രിന്റിംഗ് പ്രസ്സിലെ ബുക്കിന്റെ പുറം മേനികൾ കണ്ട് നിന്നില്ല അദ്ദേഹം. രാത്രിയില് പുസ്തകങ്ങളെല്ലാം നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി അതിന് ആശയങ്ങൾ ഉൾക്കൊണ്ട് അവിടുന്ന് പ്രിന്റിംഗ് പ്രസ് വാങ്ങിക്കുന്നതിലേക്ക് കടന്ന് പിന്നെ മൾട്ടി ബില്യണറായി 40ാമത്തെ വയസ്സിൽ ഇൻഡസ്ട്രി വിട്ടിട്ട് അദ്ദേഹം തത്വചിന്തകളിലേക്ക് കടന്ന മഹാവ്യക്തിത്വമായിരുന്നു സർ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. നമ്മള് മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ കേൾക്കുന്നവർ തന്നെയും പട്ടത്തിൽ പട്ടുനൂല് കെട്ടി എരിമിന്നലിൽ നിന്നും വൈദ്യുതിയെ ഭൂമിയിൽ എത്തിക്കാം എന്ന വ്യത്യസ്തമായി ചിന്തിച്ച വ്യക്തിത്വമായിരുന്നു സർ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റേത്. ഇതുപോലെ നിശ്ചയദാർഢ്യമുള്ളവരുടെ കാലമാണ് ഈ ദശകത്തിന്റെ 1ാം പാദകം എന്നതിൽ യാതൊരു സംശയമില്ല. എട്ടാമത്തെ കാര്യം എന്ന് വിളിക്കുന്നത് ജിജ്ഞാസ വേണം, ഒപ്പം നല്ല നിരീക്ഷണവും വേണം. ജിജ്ഞാസയുള്ളവർക്ക് മാത്രമേ എന്തെങ്കിലും നേടിയെടുക്കാൻ സാധ്യമാവുള്ളൂ. ജിജ്ഞാസ ഇല്ലാത്തവർക്കും നിരീക്ഷണ ബോധമില്ലാത്തവർക്കും ഈ കാലഘട്ടത്തിൽ ഒന്നും നേടിയെടുക്കാൻ സാധ്യമല്ല. നോട്ടിനെ പറ്റി നമുക്കറിയാം. ക്രിസ്മസ് ദിനത്തിൽ ജനിച്ചു. ജനിക്കുന്നതിന് 3 മാസം മുമ്പേ അപ്പൻ മരിച്ചു. അതേസമയം മാസം തികയാതെ ജനിച്ച കൊച്ചും കൂടിയാണ് ഈ ന്യൂട്ടൻ. 23ാമത്തെ വയസ്സുവരെ അസാധാരണമായ ഒരു മികവും അദ്ദേഹം കാണിച്ചില്ല എന്നുള്ളതും അദ്ദേഹത്തെ വ്യത്യസ്തമാക്കുന്നു. 1665 ലോകം മുഴുവൻ പ്ലേഗ് എന്ന രോഗം പടർന്നപ്പം 2 വർഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചില്ല. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ജിജ്ഞാസയിൽ ചാലിച്ച ജീവിത ശൈലി വഴി ലോകത്തെ മുഴുവൻ എക്കാലവും സ്മരിക്കപ്പെടുന്ന വ്യക്തിത്വമായി തീർക്കുന്നതിന് വേണ്ടിയുള്ള കണ്ടുപിടുത്തങ്ങളും അനശ്വരനാക്കി തീർത്തതും ഇദ്ദേഹത്തിന്റെ ഈ ജിജ്ഞാസയിൽ കലർന്ന നിരീക്ഷണ പാഠവമാണ് എന്ന് സംശയമില്ല. 9ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉയർന്ന സ്വപ്നങ്ങൾ കാണണം, ഉയർന്ന മനസ്സ്, അസാധാരണ നേതൃത്വ പാഠമുള്ളവർക്ക് മാത്രമാണ് ജീവിതത്തില് ഈ പാഷൻ ഇന്റലിജൻസ് ഉണ്ടാവുള്ളൂ. വാനോളം ഉയർത്തിയ വ്യത്യസ്തനായ വ്യക്തിത്വമായിരുന്നു വിക്രം സാരാഭായിയുടെ. കണ്ട സ്വപ്നങ്ങളൊക്കെ വെറും സ്വപ്നമായിട്ട് അവശേഷിച്ചില്ല, പകരം അതിനെ പ്രാവർത്തികമാക്കി. എവിടുന്ന് സ്വന്തം വീട്ടിലെ പണം ഉപയോഗിച്ച് ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി ഈ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി നിരന്തരമായി പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ച വ്യക്തിത്വമാണ് വിക്രം സാരാഭായിയുടേത്. നമുക്കറിയാം അദ്ദേഹം വാർത്താ വിനിമയ രംഗത്ത്, പ്രതിരോധ രംഗത്ത്, കാലാവസ്ഥാ നിരീക്ഷണ രംഗത്ത്, വസ്ത്രനിർമ്മാണ രംഗത്ത് ഉൾപ്പെടെ മികച്ച സംഭാവനകൾ ചെയ്തതും
ഈ വിക്രം സാരാഭായിയാണ്. സ്വന്തം പണം മുടക്കി സ്ഥാപനങ്ങൾ ആരംഭിക്കുക മാത്രമല്ല, അസാധാരണ പ്രതിഭകളെ അംഗീകരിക്കുന്നതില് അദ്ദേഹം എക്കാലവും മുൻപന്തിയിലായിരുന്നു എന്നുള്ളതും, അദ്ദേഹം സി വി രാമന്റെ ശിഷ്യനായിരുന്നു എന്നുള്ളതും നമുക്ക് എക്കാലവും സ്മരിക്കാം. അതുകൊണ്ട് ഈ 10ാമത്തെ കാര്യം എന്ന് വിളിക്കുന്നത് ഒന്നേ ഉള്ളൂ, സന്തോഷിക്കുക. അതിനുള്ള അവസരവും നിങ്ങൾ വിചാരിച്ചതിനേക്കാളും വൈകിയിരിക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴും സന്തോഷിക്കുക. സന്തോഷിക്കുന്നവർക്ക് മാത്രമാണ് ഇച്ഛാശക്തിയോട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഫെഡറിക് ലൂമിസ് എന്ന് വിളിക്കുന്ന ചൈനീസ് ഗാർഡൻ എന്ന് വിളിക്കുന്ന പുസ്തകത്തിന്റെ എഴുത്തുകാരനാണ്. അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്, എൻജോയ് യുവർ സെൽഫ്, ഇറ്റ് ഈസ് ലേറ്റർ ദാൻ യു തിങ്ക്. ഇപ്പൊ സന്തോഷിച്ചില്ലെങ്കിൽ പിന്നെ സന്തോഷിക്കാൻ വേണ്ടി നേരമില്ല. അതൊരു പരമാവധി വേഗം ഉള്ളതിനെ വെച്ച് സന്തോഷിക്കുക. മേളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുക. സൈനികൾ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ എബ്രഹാം ലിങ്കൻ പറഞ്ഞിരിക്കുന്ന ഒരു നല്ലൊരു കൊട്ടേഷൻ ഉണ്ട്. ഭൂരിപക്ഷം ആളുകളുടെയും സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും സംഘർഷത്തിന്റെയും കാരണക്കാർ അവരവർ തന്നെയാണ്. ശരിയാണ്, നമുക്ക് ശത്രുക്കളായി നിൽക്കുന്നത് നമ്മൾ മാത്രമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഈ പാഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ ചില ചെറിയ കാര്യങ്ങൾ പൂർണ്ണത നൽകുന്നു. പൂർണ്ണത എന്ന് വിളിക്കുന്നത് ഒരിക്കലും ചെറിയ കാര്യമല്ല എന്ന് മൈക്കലാഞ്ചലോ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ പാഷൻ നമുക്ക് നല്ല ശീലമാക്കി 2025 ഈ നൂറ്റാണ്ടിൽ നമുക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കുന്നതിൽ സന്തോഷം പകർന്നുകൊണ്ട് പാഷൻ ഇന്റലിജൻസ് നമ്മുടെ ശീലമാക്കി മാറ്റണം. നമുക്ക് നല്ല തേനുകളാകാൻ സാധിക്കും, നല്ല രുചിയുള്ള മധുരമുള്ള തേനുകളാകാൻ സാധിക്കും. അല്ലാതെ നമുക്ക് വിനാഗിരിയാകാൻ വേണ്ടിയല്ല ശ്രമിക്കേണ്ടത്. നമുക്ക് ഇളം തെന്നലാകാൻ ശ്രമിക്കാം, അല്ലാതെ കൊടുങ്കാറ്റാകാൻ വേണ്ടി ആരും ശ്രമിക്കേണ്ടതില്ല. നമുക്ക് നല്ല മന്ദസ്മിതം പൊഴിക്കാം, അവിടെ നമുക്ക് ആക്രോശത്തിന്റെ ആവശ്യമില്ല. നല്ല കത്തുന്ന വെളിച്ചമാകാം, അല്ലാതെ മിന്നാമിനിങ്ങിന്റെ തുറന്നുവെട്ടമല്ല നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് നല്ല സൗമ്യഭാവമാണ് ആവശ്യം, നമുക്ക് പൊട്ടിത്തെറികളുടെ കാലഘട്ടമല്ല എന്നും നമ്മൾ മുന്നിലാണ് എന്ന ചിന്ത നമുക്ക് ഉണ്ടാവണം. എന്നും നമ്മൾ പിന്നിലാണ് എന്ന ചിന്ത നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ, ലോകം കണ്ട ദാർശനികളിൽ ദാർശനികനായിരുന്ന സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഇച്ഛാശക്തിയെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: ആഴിയുടെ അടിത്തട്ടിലേക്ക് പോകേണ്ടി വന്നാലും, മരണത്തെ മുഖാമുഖം കാണേണ്ടി വന്നാലും പതരാത്ത മഹത്തായ ഇച്ഛാശക്തി, വിശ്വമഹാരഹസ്യങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഇച്ഛാശക്തി, ഈ ലോകത്തിലെ നമ്മുടെ രൂപത്തിലും ഭാഗത്തിലും അലിഞ്ഞു ചേരുന്ന മഹത്തായ ഇച്ഛാശക്തി. ഈ ഇച്ഛാശക്തിയുടെ വർഷമാകട്ടെ വരാൻ പോകുന്ന കാലഘട്ടം എന്നാണ് ഈ പ്രഭാതത്തില് എനിക്ക് നിങ്ങളോട് ഏറ്റവും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളതും. അതോടൊപ്പം തന്നെ ഈ ഇയറിൽ നിങ്ങൾ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആക്കി നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി വെക്കേണ്ടതും ഈ പാഷൻ ഇന്റലിജൻസ് ആണ് എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് ബൈബിൾ ലിഖിതങ്ങളില് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. 40-ാം അധ്യായത്തില് 29-ാം തിരുവചനം നമുക്ക് ഇവിടെ മിക്കവാറും നമ്മളിവിടെ വായിക്കുന്നതാണ്. തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് അവിടുന്ന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാൾ, ചെറുപ്പക്കാർ ശക്തിയറ്റ് വീണേക്കാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങൾ പങ്കുവെക്കാനുള്ളത്, ദൈവാശ്രയ ബോധത്തോടെ ഇച്ഛാശക്തിയിലൂന്നിയ വിശ്വാസ സംഹിത പുറത്തെടുത്ത് ഈ 2025 സർവശക്തനായ ദൈവം നിങ്ങളെ ഏവരെയും ഇടവരുത്തട്ടെ എന്ന് ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. 2025 പ്രകൃതി ദുരന്തങ്ങളില്ലാത്ത, രോഗങ്ങളില്ലാത്ത, സന്തോഷം മാത്രമുള്ള, സമാധാനം മാത്രമുള്ള, യുദ്ധങ്ങളും യുദ്ധഭീഷണികളും ഇല്ലാത്ത, വൈരാഗ്യങ്ങളില്ലാത്ത ഒരു നല്ല 2025 എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ആദരവോടെ ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം.